സാജിദ് സുനിലേശ് കൊണ്ട് കണ്ണൂരിൽ നിന്ന്. സുനിൽ, ഇവിടെ അൻവർ ഒറ്റയ്ക്കല്ല, അൻവറിനൊപ്പം പാർട്ടി ഉണ്ട് എന്നൊരു തോന്നൽ AKG സെന്ററിൽ MV ഗോവിന്ദൻ മാസ്റ്റർ പോയി കണ്ട് തിരിച്ചറിഞ്ഞു വന്ന അൻവറിന്റെ ശരീരഭാഷയിലുണ്ടായിരുന്നു. ഇന്ന് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ അൻവറിന്റെ കൂടെ അധികം നിൽക്കണ്ട എന്നൊരു മെസ്സേജ് കൊടുക്കുകയാണ് മുഖ്യമന്ത്രി. അൻവർ സ്വർണ്ണക്കടത്തുകാർക്ക് വേണ്ടിയാണോ സംസാരിക്കുന്നത് എന്ന ചോദ്യത്തിന് അത് ഞാൻ പറയുന്നില്ല എന്ന് പറയുന്നതോടുകൂടി അൻവറിനെ മുഴുവൻ സംശയനിലയിൽ നിർത്തുകയും അൻവർ ഉന്നയിക്കുന്ന എല്ലാ ആരോപണങ്ങളുടെയും ക്രെഡിബിലിറ്റി തള്ളുകളയുമാണ് മുഖ്യമന്ത്രി ചെയ്യുന്നത്. പാർട്ടിക്കാർ അൻവറിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ അവരിനി എന്ത് ചെയ്യും? തീർച്ചയായും അതുതന്നെയാണ്. കേരളത്തിലെ CPM-നുള്ളിൽ മുൻപൊന്നുമില്ലാത്ത തരത്തിൽ ചില ഉള്ളുലച്ചിലുകൾ രൂപപ്പെട്ടു വന്നിരിക്കുന്ന കാലഘട്ടമാണിത്. അതൃപ്തരായ ഒരു വലിയ വിഭാഗം പാർട്ടിക്കുള്ളിലുണ്ട്. ആ അതൃപ്തി വളരെ ചില ആളുകൾ പരസ്യമായി പ്രകടിപ്പിക്കുന്നു. ഭൂരിഭാഗം ആൾക്കാരും അത് മനസ്സിൽ ഒളിപ്പിക്കുകയാണ്. അങ്ങനെ ആ അതൃപ്ത വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് പല തരത്തിലുള്ള ലക്ഷ്യങ്ങളുണ്ട്. ചില ആളുകളെ സംബന്ധിച്ച് സമ്മേളന കാലഘട്ടമാണ്, പാർട്ടി പിടിച്ചെടുക്കുക എന്ന നിലപാടുള്ള ചില ആളുകളുണ്ട്. മറ്റു ചിലരാവട്ടെ ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിയന്ത്രിക്കുന്ന P ശശിക്കെതിരെ വലിയ അതൃപ്തി മനസ്സിൽ സൂക്ഷിക്കുന്ന ആളുകളുണ്ട്. ഒപ്പം പാർട്ടിക്ക് കുറേ കൂടി സർക്കാരിൽ പിടി വേണം, കുറേ കൂടി കൺട്രോൾ ഉണ്ടാവണം എന്ന് കരുതുന്ന ചില ആളുകളുണ്ട്. എന്നാൽ മറ്റു ചില ആളുകളാവട്ടെ, അതായത് EP ജയരാജനെയും P ജയരാജനെയും ഒക്കെ പോലുള്ള മറ്റു ചില ആളുകളാവട്ടെ, അവർ വലിയ തോതിൽ അതൃപ്തിയുമായി മുന്നോട്ട് പോകുന്ന ആളുകളാണ്. അവരൊക്കെ ഇത്തരം അതൃപ്തരായ ഒരു വിഭാഗം വലിയ തോതിൽ പാർട്ടിക്കുള്ളിൽ നിൽക്കുന്ന സമയത്താണ് PB അൻവർ ഇത്തരമൊരു വലിയ ഗുരുതരമായ ആരോപണവുമായി രംഗത്തെത്തുന്നത്. അതായത് PB അൻവർ ഈ ആരോപണം ഉന്നയിക്കുന്ന സമയം വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് പാർട്ടി സമ്മേളനങ്ങൾ ആരംഭിച്ച സമയത്താണ് ഇത്തരം ഗുരുതരമായ ആരോപണം ഉന്നയിക്കുന്നത്. അത് ADGP, മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായ ADGPക്കും ഒപ്പം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കുമെതിരായിട്ടാണ് പ്രത്യക്ഷത്തിൽ ഈ ആരോപണമെങ്കിലും അടിസ്ഥാനപരമായി PB അൻവർ ലക്ഷ്യമിടുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനെ തന്നെയാണ്. ഈ കാര്യത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം, ഇത്തരം ഗുരുതരമായ ആരോപണങ്ങൾ PB അൻവർ ഉന്നയിച്ചിട്ട് പോലും PB അൻവറിനെ തള്ളിപ്പറയാൻ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ള ആരും ഇതുവരെ രംഗത്തെത്തിയിട്ടില്ല എന്നത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. അതായത് എന്നെ സംരക്ഷിക്കാൻ ഞാൻ തന്നെ വേണം എന്ന നിലയിലേക്ക് മുഖ്യമന്ത്രി തന്നെ ഇന്ന് കളത്തിലേക്ക് ഇറങ്ങുന്ന കാഴ്ചയാണ് ഈ വാർത്താ സമ്മേളനത്തിലുടനീളം കാണുന്നത്. അദ്ദേഹത്തിൻ്റെ ഭാഷ, ശരീരഭാഷയും പ്രഖ്യാപനങ്ങളുമൊക്കെ വളരെ കൃത്യമായി അത് സൂചിപ്പിക്കുന്നുണ്ട്. അതായത് PB അൻവർ എന്ന് പറയുന്നത് ഒരു ട്രോജൻ കുതിരയാണ്. ആ കുതിരയ്ക്കുള്ളിൽ ഒളിച്ചിരിക്കുന്ന ഒരു സൈന്യമുണ്ട്. ആ സൈന്യത്തിനുള്ളിൽ പാർട്ടിയിൽ തന്നെ പെട്ട ചില ആളുകളുണ്ട് എന്ന സംസാരം കഴിഞ്ഞ കുറേ കാലമായി കേരള രാഷ്ട്രീയത്തിൽ ഇങ്ങനെ ഉയർന്നു കേൾക്കുന്നുണ്ട്. പക്ഷേ ആ PB അൻവറിനെ പിന്തുണയ്ക്കുന്ന, PB അൻവറിന് പിന്നിൽ നിൽക്കുന്ന ആളുകൾ ആരൊക്കെയാണെന്നത് കൃത്യമായി ഇപ്പോഴും വ്യക്തമായിട്ടില്ല. പക്ഷേ അതിനുള്ളിൽ പാർട്ടിയിലെ തന്നെ ചില ആളുകളുണ്ട് എന്ന ചില അണിയറ സംസാരങ്ങളുണ്ട്. അത് മാത്രമല്ല, ഏതെങ്കിലും ഘട്ടത്തിൽ PB അൻവർ ചെയ്തത് ശരിയായില്ല എന്ന് ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ അത്രമേൽ കടുത്ത ഭാഷയിൽ അല്ലെങ്കിൽ കൂടിയും ഏതെങ്കിലും തരത്തിൽ PB അൻവറിനെ തള്ളിപ്പറയാൻ ഒരു ഘട്ടത്തിലും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അടക്കം മുൻനിര നേതാക്കൾ ആരും ഇതുവരെ രംഗത്തെത്തിയില്ല എന്നതും ഈ കൂട്ടത്തിൽ കൂട്ടി വായിക്കേണ്ടതുണ്ട്. അങ്ങനെ വരുമ്പോഴാണ് മുഖ്യമന്ത്രിക്കെതിരായി ഒരു മൂവ്മെന്റ് പാർട്ടിക്കുള്ളിൽ ഉയർന്നു വരുന്നുണ്ട്, അല്ലെങ്കിൽ ആ മൂവ്മെന്റിന് പിന്നിൽ ചില ആളുകൾ, പാർട്ടിയിലെ തന്നെ ചില ആളുകളുണ്ട് എന്നൊരു സംശയം ഒരുപക്ഷെ മുഖ്യമന്ത്രിക്ക് തന്നെ ഉണ്ടായേക്കാം. അങ്ങനെ ഒരു മൂവ്മെന്റ് ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും കോണിൽ നിന്ന് നടക്കുന്നുണ്ടെങ്കിൽ അത് വേണ്ട എന്നൊരു സൂചനയാണ് കൃത്യമായി ഇന്ന് മുഖ്യമന്ത്രി നൽകുന്നത്. അത്തരത്തിലൊരു മൂവ്മെന്റിനെ കൃത്യമായി തടയിടുകയാണ്, വെട്ടുകയാണ് മുഖ്യമന്ത്രി ഇന്നത്തെ വാർത്താ സമ്മേളനത്തിലൂടെ ചെയ്യുന്നത്. ഇത് അൻവറിന് മാത്രമുള്ള ഒരു താക്കീതല്ല. അതായത് അധികം മുന്നോട്ട് പോകണ്ട, അധികം ഇമാതിരി കളിയുമായി മുന്നോട്ടേക്ക് പോവണ്ട എന്ന് അൻവറിന് മറുപടി നൽകുമ്പോൾ അത് അൻവറിന് പിന്നിലുള്ള ചില അദൃശ്യരായി ഇപ്പോഴും നിൽക്കുന്ന ചില ആളുകളുണ്ട്, അവർക്ക് കൂടിയുള്ള മുന്നറിയിപ്പാണ് കൃത്യമായും മുഖ്യമന്ത്രി നൽകുന്നത്. അതായത് ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ അതൃപ്തരായി നിൽക്കുന്ന ആളുകളെ അൻവറിനെ ഉപയോഗിച്ചുകൊണ്ട്, അൻവറിനെ ഒരു ചട്ടുകമാക്കിക്കൊണ്ട് മുഖ്യമന്ത്രിക്ക് നേരെ ഒരു പടയൊരുക്കം നടക്കുന്നുണ്ടെങ്കിൽ ആ പടയൊരുക്കത്തെ പൂർണ്ണമായും തടയുകയാണ്, വെട്ടുകയാണ്, അതിനെ ബ്ലോക്ക് ചെയ്യുകയാണ് കൃത്യമായും ഇന്നത്തെ വാർത്താ സമ്മേളനത്തിലൂടെ മുഖ്യമന്ത്രി ചെയ്യുന്നത്. മാത്രമല്ല, നോക്കൂ, ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പുതിയ ട്രെൻഡ് കൂടി കൂടത്തിൽ സൂചിപ്പിക്കണം. അതായത് സഖാക്കളുടെ സഖാവായി അൻവർ മാറുന്ന ചില കാഴ്ച കഴിഞ്ഞ കുറച്ച് നാളുകളായി നമ്മൾ കാണുന്നുണ്ട്. 2016 നിലമ്പൂരിൽ നിന്ന് PB അൻവർ ഇടതു സ്വതന്ത്രനായി മത്സരിച്ച് ആദ്യം നിയമസഭയിൽ എത്തുമ്പോൾ ഉണ്ടായിരുന്നത് ഒരു ഷാഡോ ഇമേജാണ്. അതായത് ഒരു നിഴൽ വീണ ഒരു ഇമേജായിരുന്നു ഒരു അൻവറിന് ഉണ്ടായിരുന്നതെങ്കിൽ പിന്നീട് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ
അൻവർ ഈ കേരളത്തിലെ സൈബർ സൈന്യത്തെ, അതായത് CPM-ന്റെ സൈബർ സൈന്യത്തെയൊക്കെ ഏറ്റെടുത്ത് അതിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്ന അവരുടെയൊക്കെ ഒരു നായക പരിവേഷത്തിലേക്ക് വരുന്ന കാഴ്ച കാണാം. ഇപ്പോൾ കഴിഞ്ഞ കുറേ കാലമായി അൻവറാണ് CPM-ന്റെ സൈബർ സഖാക്കളെയൊക്കെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും വലിയ നായകനായിട്ട് അവർ ഉയർത്തിക്കൊണ്ടുവരുന്നത്. അൻവറിൻ്റെ ഡയലോഗുകൾ, അൻവറിനെ സംബന്ധിച്ച് അൻവറിനെ ബൂസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, ഒപ്പം അൻവർ നടത്തുന്ന നീക്കങ്ങൾക്ക് ഈ സൈബർ ടീം നൽകുന്ന ചില പിന്തുണകൾ, അത് റെഡ് ആർമി പോലുള്ള ചില ടീമുകൾ, അമ്പാടിമുക്ക് സഖാക്കൾ പോലുള്ള ടീമുകൾ അൻവറിന് പരസ്യമായി പിന്തുണയുമായി രംഗത്തെത്തുന്ന കാഴ്ച നമ്മൾ പല ഘട്ടത്തിലും കണ്ടു കഴിഞ്ഞു. അവരൊക്കെ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾക്കെതിരെ, അല്ലെങ്കിൽ ADGP അടക്കമുള്ള ആളുകളെയൊക്കെ ലക്ഷ്യമിട്ടുകൊണ്ട്, P ശശിയെ ലക്ഷ്യമിട്ടുകൊണ്ട് അവർ മുന്നോട്ട് വയ്ക്കുന്നത് മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ളൊരു മൂവ്മെൻ്റാണ്. അത് ഈ റെഡ് ആർമി ആവട്ടെ, അമ്പാടിമുക്ക് സഖാക്കളാകട്ടെ, അതിൻ്റെയൊക്കെ പിന്നിൽ നിൽക്കുന്ന ചില ആളുകളുണ്ട്. റെഡ് ആർമി എന്ന് പറയുന്നത് നേരത്തെ PJ ആർമി ആയിരുന്നു, P ജയരാജൻ ആർമിയാണ് പിന്നീട് റെഡ് ആർമിയായി മാറുന്നത്. അമ്പാടിമുക്ക് സഖാക്കളാവട്ടെ, അതിൻ്റെ അഡ്മിൻ അടക്കമുള്ള ആളുകൾ, അത് P ജയരാജൻ ജില്ലാ സെക്രട്ടറി ആയിരിക്കുമ്പോൾ, കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരിക്കുമ്പോൾ ഉണ്ടാക്കിയ ഒരു സോഷ്യൽ മീഡിയ ഗ്രൂപ്പാണ്. അന്ന് P ജയരാജനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയ ഒരു ഗ്രൂപ്പാണ്. അത്തരം ചില ഗ്രൂപ്പുകൾ ഈ അൻവറിനെ പിന്തുണച്ചുകൊണ്ട്, അൻവറിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ADGP-ക്കെതിരെയും ഒപ്പം P ശശിക്കെതിരെയും ചില പരസ്യമായ യുദ്ധപ്രഖ്യാപനങ്ങൾ നടത്തുന്ന കാഴ്ച സോഷ്യൽ മീഡിയയിൽ നമ്മൾ കണ്ടുവന്നിരുന്നു. അതായത് ഞാൻ മുമ്പ് സൂചിപ്പിച്ച ആ വാക്ക് വീണ്ടും ആവർത്തിക്കുകയാണ്. അതായത് സഖാക്കളുടെ സഖാവായി അൻവർ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇങ്ങനെ മാറുന്ന ഒരു കാഴ്ച കൂടി കാണുന്നുണ്ട്. സ്വാഭാവികമായും മുഖ്യമന്ത്രി തന്നെ കൈവിട്ടതോടുകൂടി ഇനി അൻവറിനെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധി, അൻവറിനേക്കാൾ വലിയ പ്രതിസന്ധി ഉണ്ടാവുന്നത് ഈ അൻവറിനെ ഇത്രയും കാലം ചുമന്നു നടന്നിരുന്ന, അല്ലെങ്കിൽ അൻവറിനെ പുകഴ്ത്തി നടന്നിരുന്ന, അൻവറിനെ ചുമലിലേറ്റ് നടന്നിരുന്ന സൈബർ സഖാക്കൾ അടക്കമുള്ള ആളുകളെ സംബന്ധിച്ച് അവർ വലിയൊരു പ്രതിസന്ധിയിലേക്കാണ് ചെന്നുവിട്ടിരിക്കുന്നത്. ഇനി ഏതെങ്കിലും ഘട്ടത്തിൽ ഈ മുഖ്യമന്ത്രി തള്ളി പറഞ്ഞ ഒരാളെ എങ്ങനെ ഈ സൈബർ ടീമിന്, അല്ലെങ്കിൽ ഈ ഇത്തരം ആളുകൾക്ക് എങ്ങനെ കൊണ്ടു നടക്കാൻ കഴിയുമെന്നൊരു ചോദ്യം ഒന്നാമതായി മുന്നിലുണ്ട്. മറ്റൊന്ന്, PV അൻവറിനെ സംബന്ധിച്ച് PV അൻവറിനെ മുഖ്യമന്ത്രി പൂർണ്ണമായും തള്ളിക്കളഞ്ഞിരിക്കുന്നു. അങ്ങനെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞ പശ്ചാത്തലത്തിൽ ഒരു ഇടത് സ്വതന്ത്ര MLA ആണെങ്കിൽ കൂടിയും ഒരു ഇടത് MLA എന്ന നിലയ്ക്ക് നിൽക്കുന്ന അൻവറിനെ സംബന്ധിച്ച് ഒരു ധാർമ്മികതയുടെ പേരിൽ ഇനി MLA സ്ഥാനത്ത് തുടരാൻ കഴിയുമോ എന്നൊരു ചോദ്യം കൂടി ബാക്കിയുണ്ട്. കാരണം നിരന്തരമായി അൻവർ ഉന്നയിച്ചുകൊണ്ടിരുന്ന എല്ലാ ആരോപണങ്ങളെയും പൂർണ്ണമായി മുഖ്യമന്ത്രി തള്ളിക്കളയുന്നു. P ശശിക്കെതിരെ അടക്കം ഉയർത്തിക്കൊണ്ടുവന്ന എല്ലാ ആരോപണങ്ങളും, ഒരാരോപണവും അന്വേഷിക്കാൻ പോലും പോകുന്നില്ല, ഒരു തരത്തിലുള്ള നടപടികളും ഉണ്ടാവാൻ വേണ്ടി പോകുന്നില്ല എന്ന് അസന്നിഗ്ധമായി മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഇനി എന്ത് എന്നൊരു ചോദ്യം അൻവറിന് മുന്നിലും സ്വാഭാവികമായി ഉണ്ട്. അതുകൊണ്ട് തന്നെ അൻവറിന് ഒന്നുകിൽ അൻവർ വീണ്ടും ഈ യുദ്ധവുമായി മുന്നോട്ട് പോവുക, അത് അല്ലെങ്കിൽ ഈ പാർട്ടിയുടെ തറക്കുള്ളിൽ, അല്ലെങ്കിൽ ഈ പാർട്ടിയുടെ, അല്ലെങ്കിൽ LDF എന്ന് പറയുന്ന ഈ സംവിധാനത്തിൻ്റെ ചുറ്റുവട്ടത്തിനുള്ളിൽ, അതിൻ്റെ മതിലിനുള്ളിൽ തന്നെ ഒതുങ്ങി നിന്നുകൊണ്ട് തൻ്റെ യുദ്ധം തൽക്കാലത്തേക്ക് അവസാനിപ്പിക്കുക. ഈ രണ്ട് വഴികൾ മാത്രമേ അൻവറിനെ സംബന്ധിച്ച്, അൻവറിന് രാഷ്ട്രീയമായി മുന്നിലുള്ളൂ. ഇനിയും അൻവർ ഈ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിന് ശേഷവും അൻവർ വീണ്ടും ആരോപണങ്ങളുമായി തുടരുകയാണെങ്കിൽ, അല്ലെങ്കിൽ വീണ്ടും ആരോപണങ്ങൾ, ഇപ്പോൾ P ശശി അടക്കമുള്ള ആളുകൾക്കെതിരെ വീണ്ടും ആരോപണവുമായി വന്നാൽ അത് ഡയറക്റ്റ് മുഖ്യമന്ത്രിക്ക് നേരെ ഉണ്ടാക്കുന്ന ഒരു അറ്റാക്കായി, ആക്രമണമായി സ്വാഭാവികമായും വിലയിരുത്തപ്പെടും. അതങ്ങനെയാണ് താനും. കാരണം മുഖ്യമന്ത്രി തള്ളിക്കളഞ്ഞ P ശശി അടക്കമുള്ളവർക്കെതിരായ ആരോപണങ്ങളെ, ADGP-ക്കെതിരായ ചില ആരോപണങ്ങളെ, അത്തരം ആരോപണങ്ങൾ വീണ്ടും അൻവർ ഉയർത്തിക്കൊണ്ട് വരുന്നു എന്ന് വന്നാൽ അത് മുഖ്യമന്ത്രിക്കെതിരായ ഉള്ള ഒരു നീക്കം, ഒരു പരസ്യമായ നീക്കം എന്ന തരത്തിലേക്ക് പോകും. ഇത്രയും കാലം മുഖ്യമന്ത്രിയുടെ പേരെടുത്ത് പറയാതെ മറ്റു ചില ആളുകളെ, മുഖ്യമന്ത്രിയുമായി ചുറ്റിപ്പറ്റി നിന്നിരുന്ന ചില ഗ്രഹങ്ങളെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള നീക്കങ്ങളാണ് അൻവറിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഇനി ഏതെങ്കിലും തരത്തിൽ അൻവർ ഒരു മൂവ്മെൻറ്റ് നടത്തുന്നുണ്ടെങ്കിൽ അത് ഡയറക്റ്റ് മുഖ്യമന്ത്രിയിലേക്ക് തന്നെ, അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കെതിരായി തന്നെയുള്ള ഒരു മൂവ്മെൻ്റ് ആവും. സ്വാഭാവികമായും അങ്ങനെ അൻവറിന് ഇടതുമുന്നണിയുടെ ഭാഗമായിക്കൊണ്ട് മുന്നോട്ട് പോകാനും കഴിയാത്ത ഒരു രാഷ്ട്രീയ സാഹചര്യം രൂപപ്പെട്ടു വരും. അതുകൊണ്ട് തന്നെ അൻവറിനെ സംബന്ധിച്ചും ഈ അൻവറിനെ സംരക്ഷിച്ച് വന്നിരുന്ന കുറേ ആളുകൾ, പാർട്ടിക്കുള്ളിൽ തന്നെ ഉണ്ടായിരുന്ന ചില ആളുകളുണ്ട്, അവരെ സംബന്ധിച്ചും അതൊരു വലിയ സന്നിഗ്ധാവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇനി ഏതെങ്കിലും തരത്തിൽ അൻവറിന് പാർട്ടിക്കകത്തു നിന്ന് പിന്തുണ ഉണ്ടായാൽ അത് വലിയൊരു പൊട്ടിത്തെറിയിലേക്ക്, അല്ലെങ്കിൽ അതൊരു വലിയ CPM-നെ സംബന്ധിച്ച് അതൊരു വലിയ പൊട്ടിത്തെറിയിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അതുകൊണ്ട് ഇനി അൻവറിൻ്റെ നീക്കം എന്താണ്, അല്ലെങ്കിൽ അൻവറിനെ പിന്തുണയ്ക്കുന്നവരുടെ നീക്കം എന്താണ് എന്നത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായ ചോദ്യം.